നമസ്കാരം. ന്യൂസ് ചാനൽസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. താനല്ലാതെ വേറെ ആരും വളർന്നു പോകേണ്ട എന്ന നിലപാടാണ് ജി സുധാകരനെന്നും സുധാകരനും കോൺഗ്രസ് നേതാക്കളുമായി നേരത്തെ ചർച്ചകൾ നടത്തിയതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ വ്യാപാര വ്യവസായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞ LDF സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി ഇത്തവണയും ഇടതുപക്ഷത്തിന് അനുകൂലമായി നിലകൊള്ളുമെന്നും സമിതി ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സമിതി ഭാരവാഹികൾ ഇക്കാര്യം വ്യക്തമാക്കിയത്. ചിട്ടി ഫണ്ടിൽ നിക്ഷേപമുണ്ടായിരുന്ന നിക്ഷേപകർക്ക് പണം തിരികെ കിട്ടിയില്ല എന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സർവേകൾ കാര്യമാക്കേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. വാർത്തകൾ വിശദമായി. താനല്ലാതെ വേറെ ആരും വളർന്നു പോകേണ്ട എന്ന നിലപാടാണ് ജി സുധാകരനെന്നും സുധാകരനും കോൺഗ്രസ് നേതാക്കളുമായി നേരത്തെ തന്നെ ചർച്ചകൾ നടത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. നടന്നത് ഇതിന്റെ ഭാഗമായുള്ള ആലോചനകൾ നേരത്തെ നടക്കുന്നുണ്ടാവും. കോൺഗ്രസിന്റെ ചില നേതാക്കളും ഇദ്ദേഹവുമായൊക്കെ ബന്ധപ്പെട്ട് ചില ആലോചനകൾ നേരത്തെ നടന്നിട്ടുണ്ടാവില്ല. ആ ആലോചനയിൽ കോൺഗ്രസിനെ തൃപ്തിപ്പെടുത്തിയ ഒരു കണക്കായിരിക്കും ഇത്. ഒരു CPIM-നെ കുറിച്ച് പറഞ്ഞതാണ് ഞാൻ പറയുന്നത്. താൻ CPIM-ൽ നിന്ന് മാറി സ്ഥാനാർത്ഥിയായാൽ 10,000 അല്ലേ 15,000 15,000 വോട്ട് CPIM-ൽ നിന്ന് ഇങ്ങനെ അടർന്ന് ഇങ്ങോട്ട് തന്നോടൊപ്പം വരും. ഇതായിരിക്കും ആലോചന നടത്തുമ്പോൾ പറഞ്ഞ ഒരു കാര്യം. അത് കോൺഗ്രസിനും കുറച്ച് നല്ല ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ടാകും. കാരണം CPIM-ൻ്റെ കൂടെയുള്ള 15,000 ആളുകൾ കുറയാന്ന് പറഞ്ഞാൽ CPIM നല്ലതുപോലെ ദുർബലപ്പെടുന്നതാണല്ലോ അർത്ഥം. താനല്ലാതെ വേറെ ആരും വളർന്നു പോകേണ്ട എന്ന നിലപാടാണ് ജി സുധാകരനെന്നും സുധാകരനും കോൺഗ്രസ് നേതാക്കളുമായി നേരത്തെ ചർച്ചകൾ നടത്തിയതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. തനിക്ക് CPIM-ൽ നിന്നും 15,000 വോട്ട് ലഭിക്കും എന്ന് ജി സുധാകരൻ കോൺഗ്രസ് ചർച്ചയിൽ പറഞ്ഞു കാണും. അത് അവർക്ക് സന്തോഷകരമാകും. ആദ്യമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥി അങ്ങനെ പറയുന്നത്. നിലവിൽ ജി സുധാകരൻ കോൺഗ്രസിന്റെ മാത്രം സ്ഥാനാർത്ഥിയല്ല, മറിച്ച് BJP-യുടെയും സ്ഥാനാർത്ഥിയായിട്ടാണ് ജി സുധാകരൻ മത്സരിക്കുന്നത്. BJP-ക്കാരുമായും സുധാകരൻ നേരത്തെ ചർച്ചകൾ നടത്തി കാണും. ഇനി BJP-ക്ക് സുധാകരൻ എന്ത് ഓഫറാണ് നൽകിയിട്ടുള്ളത് എന്നതുകൂടി മാത്രം അറിഞ്ഞാൽ മതിയാകും. അമ്പലപ്പുഴയിൽ LDF-നെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിന്റെയും BJP-യുടെയും സഹായം തേടി ജി സുധാകരൻ, എന്നാൽ LDF സ്ഥാനാർത്ഥി H സലാം മികച്ച ഭൂരിപക്ഷത്തിൽ അമ്പലപ്പുഴയിൽ നിന്നും വിജയിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് വ്യാപാര വ്യവസായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞ LDF സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ കേരള വ്യാപാര വ്യവസായ സമിതി ഇത്തവണയും ഇടതുപക്ഷത്തിന് അനുകൂലമായി നിലകൊള്ളുമെന്നും സമിതി ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ജില്ലയിൽ ഇത്തവണ LDF മുന്നണിയെ പിന്തുണയ്ക്കുവാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ ആലപ്പുഴ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാനത്ത് നടത്തിയ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് ഈ മാസം 9-ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-നെ പിന്തുണയ്ക്കാൻ സമിതി തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ ചെറുകിട ഇടത്തരം വ്യാപാരികളെ സംരക്ഷിക്കുന്ന നിലപാടെടുത്താണ് LDF സർക്കാർ മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വ്യാപാര വ്യവസായ അന്തരീക്ഷം സൃഷ്ടിക്കാനും പിണറായി സർക്കാരിനായതായും പ്രത്യക്ഷമായും പരോക്ഷമായും വ്യാപാര സമൂഹത്തെ സഹായിക്കുന്ന നിരവധി ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. വ്യാപാരി വ്യവസായി സമിതി ആലപ്പുഴ ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം ചേരാൻ വേണ്ടിയാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും തന്നെയാണ് പ്രധാനമായും. അതോടൊപ്പം കേരളത്തിലെ ചെറുകിട ഇടത്തരം വ്യാപാരികളെ സംരക്ഷിക്കുന്ന നിലപാടുകൾ, നിയമനിർമ്മാണങ്ങൾ നിരവധി എടുത്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരു വ്യാപാര
വ്യവസായ അന്തരീക്ഷം, സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഈ ഗവൺമെൻറ് സാധിച്ചിട്ടുണ്ട്. പ്രത്യക്ഷമായും പരോക്ഷമായും എല്ലാം വ്യാപാര സമൂഹത്തെ സഹായിക്കുന്ന ഇടപെടലുകൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിൽ ഒന്നാണ് പവർ കട്ടില്ലാത്ത കേരളം. വ്യവസായ മേഖലയ്ക്ക് വലിയ നിലയിൽ വളർച്ച ഉണ്ടാക്കാൻ അതൊരു പ്രധാന കാരണമായി. സമിതി പ്രസിഡന്റ് എം ഷെരീഫ്, സെക്രട്ടറി എസ് ശരത്, PC മൊനിച്ചൻ, KX ജോപ്പൻ, BS അഫ്സൽ, ഷിബു വിജയൻ, MH ബിജു, ജഗദീഷ് കുമാർ എന്നിവർ ആലപ്പുഴ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ചിട്ടി ഫണ്ടിൽ നിക്ഷേപം ഉണ്ടായിരുന്ന നിക്ഷേപകർക്ക് പണം തിരികെ കിട്ടിയില്ല എന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കളിച്ചുകുളങ്ങര കൊലയെ തുടർന്നാണ് ഹിമാലയ നിക്ഷേപകർ, അതായത് 1 ലക്ഷത്തിൽ പരം വരുന്ന നിക്ഷേപകർ പെരുവഴിയിലായി. 2005 ഹൈക്കോടതിയിൽ കേസായി. ഇപ്പോൾ 2026, അതായത് 21 വർഷം കഴിഞ്ഞിട്ട് നിക്ഷേപകർക്ക് പണം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയും നീതിത്വംസനം തുടരുകയാണ്. ഇതിനിടയ്ക്ക് ഏതാണ്ട് 3,000-4,000 നിക്ഷേപകർ, അതായത് അന്ന് നിക്ഷേപത്തിലുണ്ടായിരുന്ന ഭൂരിഭാഗം പേരും സ്ത്രീകളായിരുന്നു, വിധവകളായിരുന്നു, അമ്മമാരായിരുന്നു. അതിലേതാണ്ട് 10,000-2,000 പേര് എന്നെ നേരിട്ട് പല ഹോസ്പിറ്റലിൽ കടന്നുകൊണ്ട് വിളിച്ച് പണം ആവശ്യപ്പെട്ടു. കൊടുക്കാൻ പറ്റില്ല. ഇതിലെ മർമ്മപ്രധാനമായ വിഷയം UDF സർക്കാരാണ്. ഹിമാലയ ചിട്ടി ഫണ്ടിൽ നിക്ഷേപമുണ്ടായിരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് പണം തിരികെ കിട്ടിയിട്ടില്ലെന്ന് ഹിമാലയ ചിട്ടി നിക്ഷേപ ആക്ഷൻ കൗൺസിൽ സംസ്ഥാന ജനറൽ കൺവീനർ ഇഗ്നീഷ്യസ് കാട്ടൂർ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിമാലയയുടെ 61 ബ്രാഞ്ച് അക്കൗണ്ടുകളിൽ ഉണ്ടായിരുന്ന കോടിക്കണക്കിന് രൂപ മരവിപ്പിക്കണമെന്ന തങ്ങളുടെ ആവശ്യം അന്നത്തെ സർക്കാർ അവഗണിച്ചെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സർവേകൾ കാര്യമാക്കേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. LDF ജയിക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇത്തരം സർവേയിൽ? കഴിഞ്ഞ സർവേയുടെ ഫലം എന്തായിരുന്നു? എത്രയായിരുന്നു അന്ന് UDFന് സീറ്റ് പറഞ്ഞത്? പിന്നെ കിട്ടിയ സീറ്റ് എത്രയാണ്? ആ സർവേയിൽ LDF എത്ര പുറകിലായിരുന്നു കഴിഞ്ഞ 2021 ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ സാധാരണ തെരഞ്ഞെടുപ്പിന് മുൻപ് കാണിക്കുന്ന ഒരു ഗിമ്മിക്കാണല്ലോ. അതല്ലല്ലോ നാടിൻ്റെ അനുഭവം. നാട് അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ വോട്ട് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ LDFനെ എന്തിനാണ് 2021 തുടർഭരണം ഏൽപ്പിച്ചത്? ദീർഘകാലമായിട്ട് കേരളത്തിൽ നിലനിന്ന് വരുന്ന ഒരു സമ്പ്രദായത്തെയല്ലേ മാറ്റിയത്? അത് ജനങ്ങളുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ. അപ്പോൾ ആ തുടർഭരണം ഏതെങ്കിലും തരത്തിൽ ഒരു വിനയായിപ്പോയി എന്ന് ജനങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതേസമയം അഭിമാനം നേരത്തെ നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും LDF സർക്കാർ അധികാരത്തിലെത്തുമെന്ന് ഒരു സർവേയിലും പറഞ്ഞിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ തവണത്തെ അവസ്ഥ എന്തായിരുന്നുവെന്നും UDFന് വലിയ മുൻതൂക്കമാണ് എല്ലാ സർവേയിലും പ്രവചിച്ചിരുന്നതെന്നും ഫലം വന്നപ്പോൾ LDF സർക്കാർ വൻ ഭൂരിപക്ഷത്തിൽ രണ്ടാമതും അധികാരത്തിലെത്തുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടതെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. തെരഞ്ഞെടുപ്പിന് മുൻപ് സാധാരണ കാണിക്കുന്ന ഒരു ഗിമ്മിക് മാത്രമാണ് വിവിധ സർവേകൾ അല്ല ഒരു പക്ഷത്തെയും അധികാരത്തിൽ കൊണ്ടുവരുന്നത്. മറിച്ച് വികസനം നടത്തുന്നവരെ ജനങ്ങൾ വോട്ട് ചെയ്താണ് അധികാരത്തിൽ എത്തിക്കുന്നതെന്നും ആദ്യത്തെ 5 വർഷത്തെ ഭരണ മികവിന് അംഗീകാരമായിട്ടാണ് രണ്ടാമതും ജനങ്ങൾ LDFനെ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ചതെന്നും മൂന്നാമതും LDF വലിയ ഭൂരിപക്ഷത്തോടെ ഇത്തവണ അധികാരത്തിൽ എത്തുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. താനല്ലാതെ വേറെ ആരും വളർന്നു പോകേണ്ട എന്ന നിലപാടാണ് G. സുധാകരനെന്നും സുധാകരനും കോൺഗ്രസ് നേതാക്കളുമായി നേരത്തെ ചർച്ചകൾ നടത്തിയതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ വ്യാപാര വ്യവസായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞ LDF സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി ഇത്തവണയും ഇടതുപക്ഷത്തിന് അനുകൂലമായി നിലകൊള്ളുമെന്നും സമിതി ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സമിതി ഭാരവാഹികൾ ഇക്കാര്യം വ്യക്തമാക്കിയത്. ചിട്ടി ഫണ്ടിൽ നിക്ഷേപമുണ്ടായിരുന്ന നിക്ഷേപകർക്ക് പണം തിരികെ കിട്ടിയില്ല എന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹി
പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സർവേകൾ കാര്യമാക്കേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.